ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ സ്ഥലം മാറ്റിയ നടപടി സ്റ്റേ ചെയ്ത സംഭവത്തിൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഉള്ള പ്രതികരണം നൽകിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി K മുരളീധരൻ. തുരപ്പൻ പണിയെടുക്കുന്ന ആരെയും ഈ കസരയിൽ ഇരുത്തില്ലെന്നും റീന തുരപ്പൻ പണി നടത്തിയോ എന്ന് മേൽക്കോടതിയിൽ പറഞ്ഞോളാമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥന്മാർ മുരളീധരൻ ഇരിക്കുമ്പോൾ ആ കസരയിൽ ഉണ്ടാകില്ല എന്നും മന്ത്രി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, സെൻകുമാറിനെ DGP സ്ഥാനത്ത് മാറ്റിയപ്പോൾ പിണറായി രാജിവെച്ചോ? ഇല്ലല്ലോ. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, സർക്കാരിനെ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥന്മാർ K മുരളീധരൻ ഈ കസാലിൽ ഇരിക്കുമ്പോൾ ആ സ്ഥാനത്ത് ഉണ്ടാവില്ല. തുരപ്പം പണി നടത്തുന്ന ആരും ഈ കസാലിൽ ഇരുത്തില്ല. ഇതങ്ങനെ ഞങ്ങൾ കൂട്ടായി തീരുമാനമെടുത്തു. ആ തീരുമാനം ഞങ്ങൾ നടപ്പാക്കുന്നു. ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി മുന്നോട്ട് പോകാതെ നിവർത്തിയില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളിലും സുതാര്യമായിട്ടുള്ള സമീപനം ഞങ്ങൾക്കുണ്ട്. പത്തനംതിട്ട ഗവി മീനാറിൽ അങ്കണവാടി ജീവനക്കാരിയെ വനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. സംഭവത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മുഴിയാർ സ്വദേശി വിനോദ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമീപത്തെ അങ്കണവാടിയിൽ ജോലി ചെയ്യുന്ന 32കാരിയാണ് കൊല്ലപ്പെട്ടത്. ബലാത്സംഗത്തിന് ശേഷമാണ് കൊലപാതകമെന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ ബലാത്സംഗം ചെയ്തു എന്ന് പ്രതി സമ്മതിച്ചിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായി യുവതിയെ വിനോദ് പിന്തുടരുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. വനത്തിനുള്ളിലുള്ള പാതയിലൂടെ 3 കിലോമീറ്ററോളം നടന്നാണ് യുവതി ദിവസവും മീനാറിലെ അങ്കണവാടിയിലേക്ക് പോയിരുന്നത്. ഈ വഴിക്ക് സമീപമുള്ള തോട്ടിൽ ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പീരുമേട് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്ന് വിനോദിനെ പിടികൂടി. KSRTC ബസ്സിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പ്രിയദർശിനി പദ്ധതിക്കെതിരെ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിച്ചത് വിവേചനപരമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാലായിലെ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനാണ് കോടതിയെ സമീപിച്ചത്. സമ്പന്നരായ കുറച്ച് സ്ത്രീകൾ ഗുണഭോക്താക്കളായതുകൊണ്ട് പദ്ധതി റദ്ദാക്കാനാകുമോ എന്ന് കോടതി ചോദിച്ചു. പദ്ധതിയുടെ ഭരണഘടനാ സാധുതയാണ് ഹർജിയിൽ ചോദ്യം ചെയ്തത്. പദ്ധതി തുല്യതയ്ക്കുള്ള അവകാശത്തിൻ്റെ ലംഘനമാണ് എന്നാണ് പ്രധാന വാദം. സാമ്പത്തികമായി ദുർബലരായ പുരുഷ യാത്രക്കാർ നിരക്ക് നൽകുമ്പോൾ സമ്പന്നരായ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുകയാണ് എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് എന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചു. സ്ത്രീ ശാക്തീകരണത്തിനായി നയപരിപാടികൾ നടപ്പാക്കുന്നത് ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നും സർക്കാർ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്.